Good afternoon. അപ്പോൾ നമ്മൾ സെക്കൻഡ് മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്തു. അതിൽ മെട്രിക്സ് മെത്തേഡാണ് ഇന്ന് പറഞ്ഞു നമ്മൾ. അതായത് സ്ട്രക്ചർ അനലൈസ് ചെയ്യാനായിട്ട് ഇനി മെട്രിക്സ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു മെട്രിക്സ് മെത്തേഡ് തന്നെ രണ്ട് തരമുണ്ട്. ഫ്ലെക്സിബിലിറ്റി മെത്തേഡും ഉണ്ട്, സ്റ്റിഫ്നെസ് മെത്തേഡും ഉണ്ട്. അതായത് മെട്രിക്സ് മെത്തേഡ് രണ്ട് തരമുണ്ട്. ഫ്ലെക്സിബിലിറ്റി മെത്തേഡും ഉണ്ട്, സ്റ്റിഫ്നെസ് മെത്തേഡും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഫ്ലെക്സിബിലിറ്റി എന്താണ് അല്ലെങ്കിൽ സ്റ്റിഫ്നെസ് എന്താണെന്ന് ഞാൻ പറയാം. Consider an elastic spring subjected to a force P. Okay. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ഒരു സ്പ്രിങ് കാണാം. കൺസിഡർ ദിസ് സ്പ്രിങ്. അത് സ്പ്രിങ്ങിനാണ് ഇത് കാണിച്ചേക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ഒരു അറ്റത്ത് ഒരു പി എന്ന് പറഞ്ഞ ഒരു ആക്സിൽ ഫോഴ്സ് ആക്ട് ചെയ്യുകയാണ്. നമ്മളൊരു പി എന്ന് പറഞ്ഞ ഒരു ആക്സിൽ ലോഡ് ആക്ട് ചെയ്യുമ്പോഴത്തേക്ക് ദാറ്റ് വിൽ ഇലോങ്ങേറ്റ് ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകും. ഈ സ്പ്രിങ്ങിന് നമുക്കറിയാം, സ്പ്രിങ്ങിനെ ഒരു ഫോഴ്സിൽ നമ്മൾ വലിച്ചു കഴിഞ്ഞാൽ അത് കുറച്ച് സ്ട്രെച്ച് ആവും അല്ലെങ്കിൽ ഇലോങ്ങേറ്റ് ചെയ്യും. അപ്പം ഈ ഒരു ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ ഡെൽറ്റ എന്ന് പറഞ്ഞ് കാണിക്കുകയാണ്. ഡ്യൂ ടു ദ ഫോഴ്സ് പി string displaced by delta. Okay, so we can write this delta, e displacement, that is directly proportional to the load അല്ലെങ്കിൽ അപ്ലൈഡ് ഫോഴ്സ്. ഈ അപ്ലൈഡ് ഫോഴ്സിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിട്ടാണ് ഡിസ്പ്ലേസ്മെന്റ് വരുന്നത്. അതായത് അത് ഫോഴ്സ് കൂടുന്തോറും അല്ലെങ്കിൽ ഫോഴ്സിന്റെ എന്താ പറയാ, ഒരു ഫോഴ്സ് കൂടുന്തോറും ഡിസ്പ്ലേസ്മെന്റും കൂടും. അതാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞേക്കുന്നത്. Okay, that is the displacement is directly proportional to applied force. So നമുക്ക് ഇവിടെ ഞാൻ എഴുതി ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫോഴ്സ് ആണെന്ന് ഞാൻ പറഞ്ഞു. സോ നമുക്ക് അവിടെ ഒരു കോൺസ്റ്റന്റ് അപ്ലൈ ചെയ്യാം. വി ക്യാൻ റൈറ്റ് ദ ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അപ്ലൈഡ് ലോഡ്. സോ വി ക്യാൻ റൈറ്റ് ഡെൽറ്റ ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു പി. അതായത് നമ്മൾ ഇതിനെ ഒരു കോൺസ്റ്റന്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാണ്. ദ കോൺസ്റ്റന്റ് ഈസ് എഫ്, where f is a constant called flexibility. അപ്പം ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു പി എന്ന് നമുക്ക് എഴുതാൻ പറ്റും, where f is called flexibility. സോ ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ ഇങ്ങനെ ഡെൽറ്റ ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു പി എന്ന് എഴുതാം. വെൻ ഓക്കെ, എഫ് ഇൻറ്റു പി എന്ന് എഴുതാം. വെൻ പി ഈസ് ഈക്വൽ ടു 1, ഇതിൽ പി എന്ന് പറയുന്നത് ഫോഴ്സ് ആണെന്നറിയാം. അവിടെ 1 കിലോ ന്യൂട്ടൺ ആണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ വി ക്യാൻ റൈറ്റ് ഡെൽറ്റ ഈസ് ഈക്വൽ ടു എഫ്, ദാറ്റ് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു ഫ്ലെക്സിബിലിറ്റി. ഓക്കെ, അതായത് ഒരു 1 കിലോ ന്യൂട്ടൺ ഫോഴ്സ് ആണ് നമ്മൾ അതിൽ അപ്ലൈ ചെയ്യുന്നത് എന്നിരിക്കട്ടെ. 1 കിലോ ന്യൂട്ടൺ ഫോഴ്സ് അതിൽ ആക്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നുണ്ട്. അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. സോ വി ക്യാൻ ഡിഫൈൻ ദ ഫ്ലെക്സിബിലിറ്റി ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ് പ്രൊഡ്യൂസ്ഡ് ബൈ യൂണിറ്റ് ഫോഴ്സ്. ആ സ്പ്രിങ്ങിൽ നിങ്ങൾ 1 കിലോ ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ 1 കിലോ ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്ത് വലിക്കുമ്പോൾ അതിലുണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ്, അതിനെയാണ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ വി ക്യാൻ ഡിഫൈൻ ഫ്ലെക്സിബിലിറ്റി ആസ് ദ ഡിസ്പ്ലേസ്മെന്റ് പ്രൊഡ്യൂസ്ഡ് ബൈ യൂണിറ്റ് ഫോഴ്സ്. ഓക്കെ, സിമിലർലി നമുക്ക് പി, ദാറ്റ് ഈസ് ദ അപ്ലൈഡ് ഫോഴ്സ് ഈസ് ഡയറക്റ്റ്. നമുക്കറിയാം, ഒരു സ്പ്രിങ്ങിൽ ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവും. ദാറ്റ് ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ അപ്ലൈഡ് ലോഡ് പി. അപ്പോൾ നമുക്ക് അതിന് ഇങ്ങനെ എഴുതാം, പി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്ത് ഡിസ്പ്ലേസ്മെന്റ്. നൗ വി ആർ യൂസിങ് അനദർ കോൺസ്റ്റന്റ്, ദാറ്റ് ഈസ് കെ. ഓക്കെ, ഇനി നമ്മൾ വേറൊരു കോൺസ്റ്റന്റ്, നേരത്തെ എഫ് ആണ് യൂസ് ചെയ്തത്. ഇനി വി ക്യാൻ റൈറ്റ് പി ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു ഡെൽറ്റ, വേർ കെ ഈസ് കോൾഡ് സ്റ്റിഫ്നെസ്. ഇവിടെ നമ്മൾ ഇത് വേറൊരു കൺസെപ്റ്റ് ആണ്. ഓക്കെ, അതിന് നമ്മൾ എഫ് എന്ന് പറഞ്ഞൊരു കോൺസ്റ്റന്റ് യൂസ് ചെയ്തു. ഇനി കെ എന്ന് പറഞ്ഞൊരു കോൺസ്റ്റന്റ്, ദാറ്റ് ഈസ് വി കോൾ ദ കെ ആസ് സ്റ്റിഫ്നെസ്. എഫിനെ നമ്മൾ ഫ്ലെക്സിബിലിറ്റി എന്ന് വിളിക്കും. ഇത് കെ ഒരു കോൺസ്റ്റന്റ് ആണ്, അതിനെ നമ്മൾ സ്റ്റിഫ്നെസ് എന്നാണ് പറയുന്നത്. വെൻ ഡെൽറ്റ, സോ വി ക്യാൻ റൈറ്റ് പി ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു ഡെൽറ്റ. ഓക്കെ, വെൻ ഡെൽറ്റ ഈസ് ഈക്വൽ ടു 1, ദാറ്റ് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ്. ആ കുറച്ച് നീങ്ങി എന്ന് പറയുന്നല്ലോ, അതൊരു യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് ആണ് അവിടെ നടന്നത് എന്ന് ഇരിക്കട്ടെ. സോ വി ക്യാൻ റൈറ്റ് പി ഈസ് ഈക്വൽ ടു കെ. അപ്പം നമുക്ക് ദാറ്റ് ലോഡ് ഓർ ഫോഴ്സ് ഈസ് ഈക്വൽ ടു സ്റ്റിഫ്നെസ് എന്ന് പറഞ്ഞൂടെ. സോ വി ക്യാൻ ഡിഫൈൻ സ്റ്റിഫ്നെസ് ഈസ് ദ ഫോഴ്സ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ്. 1 മീറ്റർ അല്ലെങ്കിൽ 1 യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ്, അതായത് ആ സ്പ്രിങ് 1 യൂണിറ്റ് മൂവ് ചെയ്യാനുള്ള ഫോഴ്സ് ഉണ്ടല്ലോ, അതിനെയാണ് സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഫ്ലെക്സിബിലിറ്റിയും സ്റ്റിഫ്നെസ് എന്താണ്? ഫ്ലെക്സിബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ് ദ ഡിസ്പ്ലേസ്മെന്റ്. നമ്മൾ 1 കിലോ ന്യൂട്ടൺ അല്ലെങ്കിൽ 1 യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ, നമ്മൾ ഒരു ലോഡ്
അതായത് ഒരു യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്ത് വലിക്കുമ്പോൾ എന്തോരം മൂവ് ചെയ്യുന്നോ, അല്ലെങ്കിൽ ആ ഒരു ഡിസ്പ്ലേസ്മെന്റിനെയാണ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് അവിടെ ഉണ്ടാകാനായിട്ട്, ഒരു യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് അവിടെ ഉണ്ടാകാനായിട്ട് ഉള്ള ഫോഴ്സിനെയാണ് സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത്. നോക്കിയേ, സോ വി ക്യാൻ ഡിഫൈൻ ഫ്ലെക്സിബിലിറ്റി ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ് പ്രൊഡ്യൂസ്ഡ് ബൈ യൂണിറ്റ് ഫോഴ്സ്. ഒരു യൂണിറ്റ് ഫോഴ്സ് കാരണം ഉണ്ടാവേണ്ട അല്ലെങ്കിൽ ഉണ്ടായിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റിനെ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയും. അതേപോലെ തന്നെ വി ക്യാൻ സേ സ്റ്റിഫ്നെസ് ഈസ് എ ഫോഴ്സ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ്. ഒരു യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റിന് വേണ്ടിയുള്ള ഫോഴ്സിനെ നമുക്ക് സ്റ്റിഫ്നെസ് എന്നും പറയാം. അപ്പം ഫ്ലെക്സിബിലിറ്റി എന്താണ്, സ്റ്റിഫ്നെസ് എന്താണെന്ന് ക്ലിയർ ആയി. ഇനി അടുത്തത് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് ആണ്. അപ്പം ഇനി മെട്രിക്സിലോട്ട് കയറാം. അത് മെട്രിക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ നോക്കിയാൽ മതി. ഒരു ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെയാണ് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത്. ഒരു ബോക്സിൽ വരച്ച് ഇട്ടാൽ മതി. ഇതിനെ വി കോൾ ഇറ്റ് ആസ് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ്. ഇതെങ്ങനെ ഡിറൈവ് ചെയ്യാമെന്ന് നോക്കാം. അതിൻ്റെ ഡെറിവേഷൻ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാം തിയറി പാർട്ടിൽ ചോദിക്കുന്നുണ്ട് 5 മാർക്കിന്. ഓക്കെ, അപ്പോൾ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് നമുക്ക് നോക്കാം. ഫ്ലെക്സിബിലിറ്റി ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ് പ്രൊഡ്യൂസ്ഡ് ബൈ യൂണിറ്റ് ഫോഴ്സ്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യൂണിറ്റ് ഫോഴ്സ് കൊടുക്കുമ്പോൾ അതിലുണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റിനെയാണ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. നൗ കൺസിഡർ ദിസ് ഫിഗർ. ഈ ഫിഗർ കൺസിഡർ ചെയ്യുക. ഒരു ഹിഞ്ച് ഇവിടെ ഒരു റോളർ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ 3 പോയിന്റ് മെയിൻലി ഉണ്ട്, അല്ലെങ്കിൽ 3 ലോഡ് അവിടെ ഉണ്ടാകുന്നുണ്ട്. ഒരു വെർട്ടിക്കൽ ലോഡ്, ഇവിടെ ഒരു വെർട്ടിക്കൽ ലോഡ്, ഇവിടെ ഒരു മൊമെന്റ്. അപ്പോൾ ഇവിടെ P1 P2 P3 എന്ന് പറഞ്ഞൊരു മൊമെന്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ P1 എന്ന് പറഞ്ഞ വെർട്ടിക്കൽ ലോഡ് ഉണ്ട്, P2 എന്ന് പറഞ്ഞൊരു വെർട്ടിക്കൽ ലോഡ് ഉണ്ട്, P3 എന്ന് പറഞ്ഞൊരു മൊമെന്റ് ആണ്. റിമൂവ് ഓൾ ദ എക്സ്റ്റേണൽ ഫോഴ്സസ് ആൻഡ് അപ്ലൈ യൂണിറ്റ് ലോഡ് അറ്റ് പോയിന്റ് 1. ഓക്കെ, അപ്പോൾ നമുക്ക് മെയിൻലി ഈ ലോഡ് ആക്ട് ചെയ്യുന്ന പോയിന്റിനെല്ലാം ഓരോ പോയിന്റ് ആയിട്ട് എടുക്കുക. ഇവിടെ ഫസ്റ്റ് പോയിന്റ്, സെക്കൻഡ് പോയിന്റ്, ഇവിടെ ഒരു മൊമെന്റ് ആക്ട് ചെയ്യുന്നുണ്ട്, അവിടെ ഒരു തേർഡ് പോയിന്റ്, ഇവിടെ 3 കാണിച്ചിട്ടുണ്ട്. അപ്പോൾ 3 പോയിന്റ് ആണുള്ളത്. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് റിമൂവ് ഓൾ ദ എക്സ്റ്റേണൽ ഫോഴ്സസ് എല്ലാം റിമൂവ് ചെയ്യുക. അതായത് P1 റിമൂവ് ചെയ്യുക, P2 റിമൂവ് ചെയ്യുക, P3 റിമൂവ് ചെയ്യുക. ആൻഡ് അപ്ലൈ യൂണിറ്റ് ലോഡ് അറ്റ് പോയിന്റ് 1. പോയിന്റ് 1 ഒരു യൂണിറ്റ് ലോഡ് ആക്ട് ചെയ്യുക, അപ്ലൈ ചെയ്യുക. അപ്പോഴത്തേക്കും നമുക്ക് എങ്ങനെ എഴുതാം? ഡ്യൂ ടു ദ പോയിന്റ് ലോഡ്, ഇങ്ങനെ കിട്ടും ഫിഗർ. 1 കിലോ ന്യൂട്ടൺ ഇവിടെ 1 എന്ന് പറഞ്ഞ പോയിന്റിൽ ആക്ട് ചെയ്യും. ഈ 1 കിലോ ന്യൂട്ടൺ കാരണം അവിടെ ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവുന്നുണ്ട്. ഡ്യൂ ടു ദ പോയിന്റ് ലോഡ് അറ്റ് പോയിന്റ് 1, ഇവിടുത്തെ പോയിന്റിൽ 1 കിലോ ന്യൂട്ടൺ യൂണിറ്റ് ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. ദ ഫ്ലെക്സിബിലിറ്റി അറ്റ് പോയിന്റ് 1, 2, 3, ഇവിടത്തെയും ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് F11, F21 ആൻഡ് F31 റെസ്പെക്റ്റീവ്ലി. ഇതിനെ എല്ലാം കോർഡിനേറ്റ് പോയിന്റ് വെച്ചിട്ടാണ് നമ്മൾ പറയുക. അപ്പോൾ F11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോയിന്റിലെ ലോഡ് കാരണം ഇവിടെ ഉണ്ടാവുന്ന ഫ്ലെക്സിബിലിറ്റി ആണ്. F21 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 1 എന്ന് പറഞ്ഞ പോയിന്റിൽ അപ്ലൈ ചെയ്യുന്ന ലോഡ് കാരണം ഇവിടെ ഉണ്ടാവുന്ന ഫ്ലെക്സിബിലിറ്റി ആണ് F21. ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. F11 എന്ന് വെച്ചാൽ ഫ്ലെക്സിബിലിറ്റി അറ്റ് പോയിന്റ് 1 ഡ്യൂ ടു ദ ലോഡ് അറ്റ് 1. F21 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലെക്സിബിലിറ്റി അറ്റ് പോയിന്റ് 2 ഡ്യൂ ടു ലോഡ് അറ്റ് 1. അപ്പോൾ നമ്മൾ ഓരോ പോയിന്റിലും ലോഡ് കൊടുത്തിട്ട് എല്ലാ പോയിന്റിലെയും ഫ്ലെക്സിബിലിറ്റിയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ പോയിന്റിൽ 1 എന്ന് പറഞ്ഞ പോയിന്റിൽ ലോഡ് കൊടുത്തിട്ട് ഇവിടത്തെയും ബാക്കി 3 പോയിന്റിലെയും ഫ്ലെക്സിബിലിറ്റി കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ രണ്ടാമത്തെ കേസ് വെച്ചെന്താണ്? സെക്കൻഡ് പോയിന്റിൽ 1 കിലോ ന്യൂട്ടൺ അല്ലെങ്കിൽ യൂണിറ്റ് ലോഡ് കൊടുക്കുകയാണ്. ഇവിടെ സെക്കൻഡ് പോയിന്റ് ആണ്, അവിടെ ഒരു യൂണിറ്റ് ലോഡ് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ 3 പോയിന്റിലെയും ഈ പറയുന്ന പോലെ തന്നെ ഫ്ലെക്സിബിലിറ്റി കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ഇവിടെ 2 എന്ന് പറഞ്ഞ പോയിന്റിൽ 1 യൂണിറ്റ് ലോഡ് കൊടുക്കുന്നു. അപ്പോൾ ഇവിടുത്തെ എന്താണ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് F12 ആണ്. അതായത് ഫ്ലെക്സിബിലിറ്റി അറ്റ് ദ പോയിന്റ് 1 ഡ്യൂ ടു ദ ലോഡ് അറ്റ് 2. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലെക്സിബിലിറ്റി അറ്റ് പോയിന്റ് 2 ഡ്യൂ ടു ലോഡ് അറ്റ് പോയിന്റ് 2. ഇവിടെ എന്ന് പറയുന്നത് ഫ്ലെക്സിബിലിറ്റി അറ്റ് പോയിന്റ് 3 ഡ്യൂ ടു ദ ലോഡ് അറ്റ് 2. അപ്പോൾ ഇത് മൂന്നുമായിട്ട് നമ്മൾ സെക്കൻഡ് കേസ് കഴിഞ്ഞു. ഇനി തേർഡ് കേസ് എന്ന് പറയുന്നത് മൂന്നാമത്തെ പോയിന്റിൽ നമ്മൾ 1 യൂണിറ്റ് ഒരു യൂണിറ്റ് ഫോഴ്സ് അപ്ലൈ ചെയ്യണം. അതായത് ഇവിടെ മൊമെന്റ് ഏതുണ്ടോ 1 കിലോ ന്യൂട്ടൺ മീറ്റർ അവിടെ അപ്ലൈ ചെയ്യാണ്. അപ്പോൾ എന്താണ് ഇവിടുത്തെ ബാക്കി വന്നിട്ട്, അതായത് മൂന്നാമത്തെ പോയിന്റിൽ ഒരു യൂണിറ്റ് ലോഡ് കൊടുത്തിട്ട് ബാക്കിയുള്ള എല്ലാ പോയിന്റിലെയും ഫ്ലെക്സിബിലിറ്റി കണ്ടുപിടിക്കുക. അതായത് ഇവിടെ F13 വരും. അതായത് ഫ്ലെക്സിബിലിറ്റി അറ്റ് ദ പോയിന്റ് 1 ഡ്യൂ ടു ദ ലോഡ് അറ്റ് പോയിന്റ് 3. അതേപോലെ തന്നെ F23, F33 കണ്ടുപിടിക്കുന്നു. ഓക്കെ, ഇത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് നമുക്കൊരു ഫോർമുല നമുക്കറിയാം. ദാറ്റ് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ അല്ലെങ്കിൽ D ഈസ് ഈക്വൽ ടു F ഇൻറ്റു P. നമുക്ക് ഈ ഒരു
ഡെഫിനിഷൻ അറിയാം. ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു പി. അത് ഓർക്കാനാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പി എന്നറിയാം. അതിനെ ഒരു കോൺസ്റ്റന്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു എഫ് ഇൻറ്റു പി എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്തു. എന്നിട്ട് ഇനി നമുക്ക് എഴുതാം ഡിസ്പ്ലേസ്മെന്റ് അറ്റ് പോയിന്റ് 1. ഓക്കെ, നമ്മൾ എല്ലാ പോയിന്റിലും 3 കേസ് ഉണ്ട്. 3 കേസിലും ആദ്യത്തെ പോയിന്റിലുള്ള ഡിസ്പ്ലേസ്മെന്റ് എടുക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം? ഡിസ്പ്ലേസ്മെന്റിന്റെ ഫോർമുല ഡി ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു പി ആണെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പോയിന്റിൽ എഫ് ഇൻറ്റു പി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഫസ്റ്റ് പോയിന്റ് ആണ്. ഇവിടുത്തെ എഫ് എന്താണ്? F12 ആണ്. ഇവിടുത്തെ പി എന്ന് പറഞ്ഞത് P1 ആണ്. ഓക്കെ, അപ്പോൾ P1 ഇൻറ്റു F12 പ്ലസ് ഇവിടെ എന്താണ്? സോറി, ഇവിടെയാണ് P1 ഇൻറ്റു F11 പ്ലസ് P2 ഇൻറ്റു F12 പ്ലസ് മൂന്നാമത്തെ കേസ് എന്താണ്? ഇവിടുത്തെ P3 ഇൻറ്റു F13. ഓക്കെ, അതെല്ലാം കൂടെ ആഡ് ചെയ്യും. ഇതിൻ്റെ അത് പറയുന്നുണ്ട് ഓരോ പോയിന്റിലെയും P1 എന്ന് പറഞ്ഞ പോയിന്റിലാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് അറ്റ് പോയിന്റ് 1, അതായത് 3 ഫിഗറിലെയും പോയിന്റ് 1 ആഡ് ചെയ്യുക. അതാണ് D1. D1 എന്ന് വെച്ചാൽ P ഇൻറ്റു എഫ് ആണെന്ന് നമുക്കറിയാം. D1 എന്ന് വെച്ചാൽ P ഇൻറ്റു എഫ് ആണെന്ന് നമുക്കറിയാം. എന്നിട്ട് 3 ഫിഗറിലെയും പോയിന്റ് 1 ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കുക. അതായത് P1 ഇൻറ്റു F11 പ്ലസ് സെക്കൻഡ് ഫിഗർ വരുമ്പോൾ P2 ഇൻറ്റു F12 പ്ലസ് P3 ഇൻറ്റു F13. ഇതിങ്ങനെ വരും. എന്നിട്ട് നമ്മൾ എന്താണ് ഇതേപോലെ എഴുതുകയാണ് ഡിസ്പ്ലേസ്മെന്റ് അറ്റ് പോയിന്റ് 1. അതേപോലെ തന്നെ ഡിസ്പ്ലേസ്മെന്റ് അറ്റ് പോയിന്റ് 2 കണ്ടുപിടിക്കണം, ഡിസ്പ്ലേസ്മെന്റ് അറ്റ് പോയിന്റ് 3 കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇതിനെ നമുക്കൊരു മെട്രിക്സ് ഫോമിലായിട്ട് എഴുതാം. അതായത് D1 D2 D3 ഒരു മെട്രിക്സ് ആക്കി, എന്നിട്ട് F11 F12 F13 ഇത് ഇതേപോലെ കിട്ടാനായിട്ട് നമ്മൾ ഇതേപോലെ മെട്രിക്സ് ഫോമിൽ എഴുതുന്നു. P1 P2 P3 അടുത്തൊരു മെട്രിക്സ് ലെറ്റർ എഴുതുന്നു. എൻ്റെ അടുത്ത പേജിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. ഈ D1 D2 D3നെ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് മെട്രിക്സ് എന്ന് പറയാം. ഇതിനെ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് എന്ന് പറയാം. ആൻഡ് വി കോൾ ദിസ് ആസ് ദ ഫോഴ്സ് മെട്രിക്സ്. ഓക്കെ, അപ്പോൾ അതാണ് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ്. ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് ഡിറൈവ് ചെയ്യാൻ പറഞ്ഞാൽ ഇത്രയും ചെയ്ത് വെക്കുക. എന്നിട്ട് ഷോ ദിസ് ആസ് ദ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ്. പിന്നെ ഈച്ച് എലിമെന്റ് ഇൻ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് ഈസ് കോൾഡ് ഫ്ലെക്സിബിലിറ്റി ഇൻഫ്ലുവൻസ് കോഎഫിഷ്യന്റ്. ഈ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സിലുള്ള ഓരോ എലിമെന്റിനെയും വി കോൾ ഇറ്റ് ആസ് ദ ഫ്ലെക്സിബിലിറ്റി ഇൻഫ്ലുവൻസ് കോഎഫിഷ്യന്റ്. ഇതിലെ ഓരോ എലിമെന്റിനെയും നമുക്ക് ഫ്ലെക്സിബിലിറ്റി ഇൻഫ്ലുവൻസ് കോഎഫിഷ്യന്റ് എന്ന് വിളിക്കാം. പിന്നെ ഇതിന് ജനറലായിട്ട് എഴുതുന്നത് Fij എന്നായിട്ടാണ്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഡിസ്പ്ലേസ്മെന്റ് I പ്രൊഡ്യൂസ്ഡ് ബൈ യൂണിറ്റ് ഫോഴ്സ് J. അതൊക്കെ ഓക്കെ, നമ്മൾ ജസ്റ്റ് Ij അതായത് 1 2 അതായത് മാറിക്കൊണ്ടിരിക്കുന്ന ഉദ്ദേശിച്ചുള്ളൂ. പിന്നെ പറയാനുള്ളത് ദ ഡയഗണൽ എലിമെന്റ്. ഇതിന്റെ ഡയഗണൽ എലിമെന്റ് അത് എപ്പോഴും I ഈസ് ഈക്വൽ ടു J ആയിരിക്കും ഓഫ് മെട്രിക്സ്. ദാറ്റ് ഈസ് വെൻ I ഈസ് ഈക്വൽ ടു J, I ഈസ് ഈക്വൽ ടു J അതായത് ഡയഗണൽ എലിമെന്റ് വി കോൾ ഇറ്റ് ആസ് ഡയറക്റ്റ് ഫ്ലെക്സിബിലിറ്റി ഇൻഫ്ലുവൻസ് കോഎഫിഷ്യന്റ്. ഇതിന്റെ എലിമെന്റ് ഓരോ എലിമെന്റിനെ നമുക്ക് ഫ്ലെക്സിബിലിറ്റി ഇൻഫ്ലുവൻസ് കോഎഫിഷ്യന്റ് എന്ന് വിളിക്കാം. ഇതിലെ ഡയഗണൽ എലിമെന്റിനെ വി കോൾ ഇറ്റ് ആസ് ഡയറക്റ്റ് ഫ്ലെക്സിബിലിറ്റി ഇൻഫ്ലുവൻസ് കോഎഫിഷ്യന്റ് എന്ന് വിളിക്കാം. ഫോർ എക്സാമ്പിൾ F11 F22 ആൻഡ് F33. ആൻഡ് ദോസ് ഡയഗണൽ എലമെന്റ്സ് വിൽ ബി ഓൾവേസ് പോസിറ്റീവ്. ഇതെല്ലാം ഓൾവേസ് പോസിറ്റീവ് ആയിരിക്കും. ബാക്കിയുള്ളത് പോസിറ്റീവ് ആകാം അല്ലെങ്കിൽ നെഗറ്റീവ് ആകാം. ദ ഓഫ് ഡയഗണൽ എലിമെന്റ്സ് ആർ നോൺ ആസ് ക്രോസ് ഫ്ലെക്സിബിലിറ്റി ഇൻഫ്ലുവൻസ് കോഎഫിഷ്യന്റ്. ബാക്കിയുള്ള ക്രോസ് അതായത് ഇതിന് മുകളിലുള്ള ട്രയാങ്കിൾ പോർഷനിലുള്ള ഇതിന് താഴെയുള്ള ട്രയാങ്കിൾ പോർഷനിലുള്ളതിനെ നമുക്ക് ക്രോസ് ഫ്ലെക്സിബിലിറ്റി ഇൻഫ്ലുവൻസ് കോഎഫിഷ്യന്റ് എന്ന് വിളിക്കാം. ദാറ്റ് ക്യാൻ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. അപ്പം ഇതിൻ്റെ അകത്തുള്ളതിനെ നമ്മൾ മൊത്തത്തിൽ ഫ്ലെക്സിബിലിറ്റി ഇൻഫ്ലുവൻസ് കോഎഫിഷ്യന്റ് എന്ന് വിളിക്കും. ഇതിൽ മൊത്തത്തിലുള്ളത് ഫ്ലെക്സിബിലിറ്റി ഇൻഫ്ലുവൻസ് കോഎഫിഷ്യന്റ് എന്ന് വിളിക്കും. ഡയഗണൽ ആയിട്ടുള്ളതിനെ നമ്മൾ ഡയറക്റ്റ് ഫ്ലെക്സിബിലിറ്റി ഇൻഫ്ലുവൻസ് കോഎഫിഷ്യന്റ് എന്ന് വിളിക്കും. അതല്ലാത്തതിനെ ക്രോസ് ഫ്ലെക്സിബിലിറ്റി ഇൻഫ്ലുവൻസ് കോഎഫിഷ്യന്റ് എന്ന് വിളിക്കും. ഓക്കെ, താങ്ക് യു.